നമ്മളിന്ന് പറയാൻ പോണത് ഈ വശ്യപ്രയോഗത്തിലൂടെ ആളുകളെ സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്ത്രീ പുരുഷനെ വശ്യപ്രയോഗത്തിലൂടെ സ്വാധീനിക്കുന്നുണ്ട്, സ്ത്രീ പുരുഷനെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പല രീതികളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിത്തറൊന്നുമില്ല. നമ്മുടെ പ്രാക്ടിക്കൽ അനുഭവങ്ങളിലൂടെയാണ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഇതേപോലെ സമാനമായ കേസുകൾ. അപ്പോൾ ഈ വശ്യപ്രയോഗത്തിലൂടെ എങ്ങനെയാണത് ആൾക്കാർ ചെയ്യണമെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നോർമലായിട്ട് പോകുന്ന ഒരു ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ കാമുകനാണെങ്കിലും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടേയിരിക്കുള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് അവരുടെ ഇടയിലൊരു വിള്ളൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പെണ്ണിന് ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സംഭ്രമം, ഇറിറ്റേഷൻ, ദേഷ്യം കയറൽ, അല്ലെങ്കിൽ അയാൾ വർത്തമാനം പറയാൻ ഒരു അസ്വസ്ഥത, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ റീസൺ എടുത്തു പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വഴക്ക്, തമ്മിൽ ഒരു ചർച്ച ഇല്ലായ്മ, അത്തരം കാര്യങ്ങളായിട്ട് വരുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ രണ്ടുപേരും തമ്മിൽ അകലുന്നതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം കാരണക്കാരത്തി, അല്ലെങ്കിൽ പുരുഷനായിരിക്കാം. അപ്പോൾ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു അങ്ങോട്ടും, നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇയാൾ പറയും നീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ സാധാരണക്കാരനായ ആൾക്കാർ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇതിൻ്റെ പുറകിൽ വേറൊരു പ്ലേ ഉണ്ടാവും എന്നുള്ളത്. ഒരു എനർജിയുടെ ഒരു ഗെയിം, എനർജിയുടെ ഒരു കളി ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാനും ഇത് മനസ്സിലാക്കിയത് ഇതേപോലെ പല കേസുകളും നമ്മുടെ അടുത്ത് വന്ന സമയത്ത്, കേസുകൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ എനർജിയുടെ അറ്റാക്ക് കാണുമ്പോഴാണ് ഞാനിതൊരു വശ്യപ്രയോഗത്തിലൂടെയുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് എനിക്കും ഒരു തിരിച്ചറിവ് വന്നത്. അങ്ങനെ കുറേ കേസുകൾ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ എനർജിനെ എടുത്ത് മാറ്റുന്നു, ഇവർ വീണ്ടും പഴയ പോലെ വന്നു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതാരാണ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മാന്ത്രികന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ദുർമന്ത്രവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവണം, അല്ലാണ്ട് ഇതിങ്ങനെ സാധ്യമാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. ചിലപ്പോൾ ഭാര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. വേറൊരു അന്യപുരുഷൻ ആ സ്ത്രീയെ ആകർഷിക്കുകയാണ്. ആഗ്രഹിച്ച് കഴിയുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും അവരോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു നമ്മുടെ ഭാരതീയ സംസ്കാരം വെച്ചിട്ട് നമ്മളെങ്ങനെയാണ്, ഒരാളായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ വേറൊരാളുടെ അടുത്തേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? അവിടെ ഓക്കെയാണ്, സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പോകത്തില്ല. അപ്പോൾ ഇയാൾ സമീപിച്ച് നോക്കുമ്പോൾ അത് നടക്കാണ്ട് വരുന്ന സമയത്ത് പുള്ളി ഇതേപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് ഈ വശ്യകർമ്മം എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്, വശ്യപ്രയോഗം. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ പ്രയോഗമുണ്ട്. അതിലൂടെ ഇത്തരം നെഗറ്റീവ് എനർജികളെ ഈ സ്ത്രീയുടെ ശരീരത്തിലേക്ക് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഓറയിലേക്ക് വന്ന് ഇതിരിക്കുന്ന സമയത്ത് ആ ഒരു ഭർത്താവ് ഇവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്താ ഉണ്ടാകുക? ഇത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ, ഒരു സംഭ്രമം ഉണ്ടാകുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്ഥായിയായിട്ട് വഴക്ക് വരുമ്പോഴേക്കും ഈ ഭാര്യയ്ക്കും ഇതുപോലെ തന്നെ ഇയാളെ കാണുമ്പോഴേക്കും ദേഷ്യം വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുക? അപ്പോൾ ആ സ്ത്രീക്ക് ഇയാളുടെ ഒരു വിരക്തി വരികയും അത് ഇയാളിന് വിട്ടുമാറി പോവുകയും ചെയ്യും. ആ സമയത്താണ് നമ്മുടെ ഈ ചെയ്യിപ്പിക്കുന്ന ആൾ അങ്ങോട്ടേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീയുടെ അടുത്താണെങ്കിലും പുരുഷൻ്റെ അടുത്താണെങ്കിലും സെയിം തന്നെ. ആൾ ആ സമയത്ത് കറക്റ്റായിട്ട് എൻട്രി അവിടെ ചെയ്യുന്നു. എന്നിട്ട് പയ്യെ അയാളിലേക്ക് ആകർഷിക്കാനുള്ള കർമ്മോണി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ത്രീക്ക് ഇയാളോടൊരു ഇഷ്ടം തോന്നിയത്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു സ്നേഹം കാണിക്കുന്നില്ല, പക്ഷേ ഇവിടെ ഇയാൾ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങോട്ടേക്ക് ചായ വരികയും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യും. അപ്പോൾ അതൊരിക്കലും ഈ അപ്പുറത്തേക്കുന്ന ആൾക്ക് മനസ്സിലാവുകയില്ല, ഇത് എന്താ അവിടെ സംഭവിക്കണമെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഇയാൾ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഈ വശ്യപ്രയോഗത്തിലൂടെ മറ്റേയാളെ കീഴടക്കുകയും
അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തുക അയാൾ ചെയ്യുന്നു. ഇതാണ് ഈ വശ്യപ്രവൃത്തിയോട് സംഭവിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പുരുഷൻ സ്ത്രീയെ വശം ചെയ്യാം, സ്ത്രീ പുരുഷനെയും വശം ചെയ്യാം. പിന്നെ നമുക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ, അത്രയും ദൈവഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് കുറച്ചും കൂടി ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാവരും അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ കുറേ കേസുകളുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഞാനിത് പറയണ വേറൊന്നുമല്ല, ഇത്തരം കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് എനിക്ക് ബോധ്യമായി. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, രഹസ്യമാണ്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിങ്ങൾ സയൻറ്റിഫിക്കായിട്ട് മാത്രം ചിന്തിക്കരുത്. ഇതൊരു റിയാലിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതെല്ലാം നമ്മൾ പല പല ശാസ്ത്രങ്ങളിലൊക്കെ എഴുതി വെച്ചേക്കണ പുസ്തകങ്ങളാണ്, നോളജുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു സൗന്ദര്യലഹരി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് കുറേ ബുക്കുകളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളോട് ഇരിപ്പുണ്ട്. പഴയ പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പുരാണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നേരത്തെ മുതൽ പുസ്തകങ്ങൾ വാങ്ങി കളക്ട് ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ ഞാൻ അധികം വായിക്കാറൊന്നുമില്ല. പക്ഷേ ഒരു പുസ്തകം ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിനകത്ത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അത് ചെയ്യാനുള്ള വിദ്യകളും കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിനുണ്ട്. ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ കണ്ടത് ഞാൻ പറഞ്ഞു, ശ്രീ ശങ്കരാചാര്യർ എഴുതിയ പുസ്തകം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് ഇത് വായിക്കുമ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിലുണ്ട്. പക്ഷെ അത് വായിച്ചിട്ട് ചിലപ്പോൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ അതേപോലുള്ള അത് ചെയ്യുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പം നിങ്ങൾ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം ശാസ്ത്രീയമായ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നോളജുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തരം നോളജുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ തീർച്ചയായിട്ടും ഒരു പോർഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിലൊരു സത്യമുണ്ട്. അത് ഞാനൊരു സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു സയൻസ് ഒരു ഭയങ്കര സയൻസാണ്. ഇതിനകത്ത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അത് റിലീസ് ചെയ്ത് കളയാനുള്ള മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കുറച്ചൊക്കെ പ്രായോഗികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ തലയിൽ ആ ഒരു നോളജ് വരണം, ഇത് ഇന്നതാണ്, ഇതുകൊണ്ടാണ് സംഭവിക്കണമെന്നുള്ളത്. എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പരാജയം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരാളുടെ ലൈഫ്, അതായത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധം തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് രണ്ട് വഴിക്ക് പോകുന്ന, ഡിവോഴ്സിലേക്ക് പോകുന്നൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട്, ഒത്തിരി ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോൾ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് സംഭവിക്കും. അതേപോലെ തന്നെ ഇതേപോലെ ഈ പറഞ്ഞ വശ്യപ്രയോഗത്തിലൂടെ എനർജി അവരുടെ ബോഡിയിലുണ്ടെങ്കിൽ ഇതുപോലെ സംഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഈ വശ്യപ്രയോഗത്തിലൂടെ വന്ന ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് രണ്ടായിട്ട് ഡിവോഴ്സ് ചെയ്ത് പോയെന്നിരിക്കും. അപ്പോൾ ആ എനർജി നിൽക്കുന്ന ഒരാൾ വേറൊരു ബന്ധത്തിലേക്ക് പോയെന്നിരിക്കും. വേറെ ആളെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഗേൾ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടുപിട്ടുന്നു. ആ ബന്ധവും നിലനിൽക്കില്ല. കാരണം എനർജി നോക്കി, എനർജിയുടെ പണി എന്താണ്? അയാളെ അകറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനർജി അത് എത്ര വർഷം കഴിഞ്ഞാലും അത് പോകത്തില്ല. ആ എനർജി നിങ്ങളുടെ ബോഡിയിലിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ന്യൂ ജനറേഷൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് ലൈഫ് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.